നമസ്തേ, മുഹൂർത്തം ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ദശാനാഥന്മാരെ കുറിച്ചിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മള് ജാതകം ചിന്തിക്കുമ്പോൾ ഓരോ ദശകളെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതില് ആദ്യം വരുന്ന ദശ സൂര്യൻ. എല്ലാവർക്കും ആദ്യം സൂര്യദശ വരില്ല, പക്ഷെ നമ്മൾ പറയുന്ന ദശ ആദ്യത്തെ സൂര്യദശയാണ്. അപ്പൊ സൂര്യദശയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 വർഷമാണ് സൂര്യദശ ഉള്ളത്. അപ്പൊ സൂര്യൻ ആത്മകാരകനാണെന്നാണ് പറയാ. ആത്മകാരകനാണ് സൂര്യൻ. അപ്പൊ നമ്മുടെ ജാതകത്തില് ഏറ്റവും കൂടുതൽ നമുക്ക് ആത്മധൈര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആത്മകാരകൻ എന്ന് പറയുന്നത് സൂര്യൻ രാജാവാണ്. നമ്മുടെ ഗ്രഹനിലയിൽ തന്നെ രാജാവാണ് സൂര്യൻ. അപ്പൊ ആ രാജാവും രാജ്ഞിയാണ് ചന്ദ്രൻ. അങ്ങനെയാണ് നമ്മളെ ഗ്രഹനിലയിൽ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാശിചക്രം. ആ രാശിചക്രത്തിൽ പറയുന്നതാണ് രാജാവും രാജ്ഞി. അപ്പൊ ആ രാജാവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പൊ ഈ 6 കൊല്ലത്തിലും മേടമാണ് സൂര്യന് ഏറ്റവും ഉച്ചമായിട്ടുള്ള രാശി. അപ്പൊ മേടത്തില് മേടമാസത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ നിൽക്കുന്ന മാസം മേടമാസമാണ്. അപ്പൊ ആ മാസത്തിലൊക്കെ ജനിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഭയങ്കര ആത്മധൈര്യവും പിന്നെ അത് 10ാം ഭാവമായിട്ട് വരിക. അപ്പോൾ അവിടെ ജനിക്കുക മാത്രമല്ല, അതൊരു 10ാം ഭാവമൊക്കെ ആയിട്ട് വരുമ്പോൾ ഗവൺമെന്റ് സർവീസ് കിട്ടാനും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് സൂര്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ലഗ്നം എന്നുള്ള അതില് ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ഉണ്ടാവുന്ന ഒരു ഫലമുണ്ട്. അതുപോലെ മേടത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതുണ്ട്. ചിങ്ങത്തിലാണ് സൂര്യന്റെ ഒരു രാശി. അപ്പൊ ലഗ്നത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എന്ത് പറഞ്ഞാലും വാക്കിന് ഭയങ്കര വ്യവസ്ഥയായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്തു പോരുക. അപ്പൊ എന്ത് കാര്യത്തിനും അത്രയും കൃത്യനിഷ്ഠതയുള്ള ഒരാൾക്കാരായിരിക്കും ലഗ്നത്തിൽ തന്നെ സൂര്യൻ നിൽക്കുമ്പോൾ. അപ്പൊ അതേപോലെ കർമ്മത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ കർമ്മത്തില് ഏറ്റവും നല്ല കർമ്മയോഗികളായി മാറുന്നു. കർമ്മം എന്താണോ കർമ്മം ചെയ്യണത്, ഒരു ചെറിയ ജോലിയാണെങ്കിൽ പോലും, ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ 10ാം ഭാവത്തില്. അത് ഓരോ മേടത്തിലോ ചിങ്ങത്തിലോ അങ്ങനെയൊക്കെ വേണം. അതിന്റെ കൂടെ മറ്റുള്ള ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോ മാറ്റങ്ങൾ വരാം. അത് ഗ്രഹനിലയ്ക്ക് അനുസരിച്ചായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആവുന്ന ആൾക്കാർക്ക് ഭയങ്കര കൃത്യനിഷ്ഠതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ സൂര്യനെ കുറിച്ച് നമുക്ക് നല്ല വശങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷവശങ്ങളും ഉണ്ട്. ഇപ്പൊ ദോഷവശങ്ങളുള്ളവർക്കാണെങ്കിൽ സൂര്യൻ ചിലപ്പോ ഗവൺമെന്റ് തലത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യാധികാരങ്ങളിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാക്കും. അതായത് ഇപ്പൊ കേസ് ഉണ്ടാവാം. ഗവൺമെന്റ് സർവീസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായ ഒരു കേസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെന്ന് പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ 2ാം ഭാവത്തിലൊക്കെ ആവുമ്പോൾ നല്ല വാക്ക് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ സംസാരിക്കും. അത് ആ 2ാം ഭാവാധിപതി ചൊവ്വയുടെ ക്ഷേത്രത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റമുണ്ട്. അപ്പൊ അതുപോലെയാണ് സൂര്യന്റെ ഓരോ കാര്യങ്ങളും. 6 വർഷമുള്ളൂ, ഏറ്റവും ചെറിയ വർഷങ്ങളാണ് ഉള്ളത്. എങ്കിലും ആ വർഷം കൊണ്ട് നല്ല ഗുണങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ ദോഷഗുണങ്ങളും അനുഭവിക്കുന്ന ഒരു ആളാണ് സൂര്യൻ. അപ്പൊ ആ സൂര്യന്റെ ഇപ്പൊ ഗ്രഹനില പ്രകാരം ദോഷങ്ങൾ എന്താണെന്ന് ഞങ്ങളൊരു ജ്യോത്സ്യനെ കണ്ടാലായിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യാം. നമുക്ക് നവഗ്രഹ പൂജകൾ ചെയ്യാം. നവഗ്രഹങ്ങളിൽ പ്രധാനമായിട്ട് സൂര്യന് പട്ട് പൂജ അതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സൂര്യനാരായണന്റെ സ്വസ്ത്രങ്ങളുണ്ട്, അത് നോക്കി അത് നല്ലൊരു ആചാര്യനെ കണ്ടിട്ട് വേണം അത് പഠിക്കാനായിട്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ചെയ്താൽ ശരിയാവില്ല. അപ്പൊ നല്ലൊരു ആചാര്യനെ കണ്ട് സൂര്യനാരായണന്റെ സ്വസ്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ സൂര്യന്റെ ദിവസമായ ഞായറാഴ്ച ദിവസത്തില് ഉപവാസം എടുക്കുകയോ ചെയ്താലായിട്ടാണെങ്കിൽ ഈ ഒരു കാലഘട്ടം നമുക്ക് ഈ ഒരു 6 വർഷം, അതായത് ശുക്രദശ കഴിഞ്ഞിട്ട് വരുന്ന ദശയാണ് സൂര്യദശ. അപ്പൊ ഒരു 6 വർഷം മാത്രമേ ഉള്ളൂ. ആ ഒരു ദശാകാലം നമുക്ക് നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാനും അതേപോലെ അത് കൂടുതൽ നല്ല രീതിയിലേക്ക് നമുക്ക് അനുകൂലമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ സൂര്യന്റെ കൃത്യനിഷ്ഠതയാണ് ഇവിടെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ചെയ്യേണ്ട കാര്യം. കൃത്യമായിട്ട് രാവിലെ എണീക്കുക, ജോലിയാണെങ്കിൽ ജോലി, അല്ലെങ്കിൽ ഒരു നാമജപം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു എഴുതി വെക്കുന്ന രീതിയിലാണ് സൂര്യൻ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതുപോലെ ഒരു അനുഷ്ഠാനം പോലെ നമ്മുടെ ജീവിതത്തെ കാണുകയാണെങ്കിൽ സൂര്യദശാകാലം വളരെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.